ഹലോ എവരി വൺ, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബൂന്തോं का ഗീത് എന്ന യൂണിറ്റിലെ एक दो तीन എന്ന ചാപ്റ്റർ മനസ്സിലാക്കാം. ഇക്കായി 5, യൂണിറ്റ് 5. ഇക്കായി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 5, ബൂന്തോं का ഗീത്. ബൂന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴത്തുള്ളി. ബാരിഷ് കെ ബൂന്ദേ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ. പാനി കെ ബൂന്ദേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ തുള്ളികൾ. ബൂന്തോं का ഗീത്, മഴത്തുള്ളികളുടെ സംഗീതം. ഗീത് എന്ന് പറഞ്ഞാൽ സംഗീതം അല്ലെങ്കിൽ പാട്ട്. അപ്പോൾ മഴത്തുള്ളികളുടെ പാട്ട് അല്ലെങ്കിൽ മഴത്തുള്ളികളുടെ സംഗീതം. ഇവിടെ ഈ ചിത്രത്തിൽ കണ്ടില്ലേ, വെള്ളം ഒഴുകി വരുന്നത്, നദിയിൽ വെള്ളം ഒഴുകി വരുന്നു. ഓരോരോ തുള്ളികളും ഓരോരോ മഴത്തുള്ളികളും കൂടി ചേർന്നിട്ടാണ് ഒരു പുഴ അല്ലെങ്കിൽ നദി ഉണ്ടാവുന്നത്, അല്ലേ? ഏക് ദോ തീൻ. ഏക് എന്ന് പറഞ്ഞാൽ 1, 2, 2, 3. ആരാണ് ഈ കഥ എഴുതിയത്? മുകേഷ് നോട്ടിയാൽ. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. പിക്ചറിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഒരു വീടുണ്ട്, അല്ലേ? വീടിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ഘർ. ഇവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ട്, ആൺകുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ആൺകുട്ടിക്ക് എന്താണ് പറയുന്നത്? ലഡ്ക. അവൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന് എന്താണ് ഹിന്ദിയിൽ പറയുക? കിതാബ്. ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. പൂച്ചക്കുഞ്ഞിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ബില്ലൗട്ട. പൂച്ചയ്ക്ക് എന്താണ് പറയുക? ബില്ലി. പൂച്ചക്കുഞ്ഞിന് ബില്ലൗട്ട, കണ്ടൻ പൂച്ചയ്ക്ക് ബിലാവ്. ഇവിടെ ഒരു ട്രീ ഉണ്ട്, ഒരു മരമുണ്ട്. മരത്തിന് എന്താ പറയുന്നത്? പേട്. ഇത് നദി. നദിക്ക് നദി എന്ന് തന്നെയാണ് പറയുക. ഇവിടെ കുറച്ച് കുളക്കോഴികളുണ്ട്. കുളക്കോഴിക്ക് എന്താണ് പറയുന്നത്? ജൽമുർഗി. ഇനി നമുക്ക് വായിച്ച് അർത്ഥം മനസ്സിലാക്കാം. ഈ കുട്ടി പറയുകയാണ്, മേരാ ഘർ സുസുവ നദി കെ കിനാരെ ഹെ. മേര എൻ്റെ, ഘർ വീട്, സുസുവ നദി കെ കിനാരെ ഹെ സുസുവ നദിയുടെ തീരത്താണ്. കിനാര എന്ന് പറഞ്ഞാൽ തീരം. നദി തന്നെ. എൻ്റെ വീട് സുസുവ നദിയുടെ തീരത്താണ്. ഹേ എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു. വഹി ജൽമുർഗിയോं का एक परिवार भी रहता है. വഹി അവിടെ തന്നെ, ജൽമുർഗിയോं का കുളക്കോഴികളുടെ, ഏക് പരിവാർ ഒരു കുടുംബം. പരിവാർ ഭി എന്ന് പറഞ്ഞാൽ കുടുംബവും, രഹത്താ ഹെ താമസിക്കുന്നുണ്ട്. പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം. ആജ് സുബഹ് ജൽമുർഗി കെ ചൂസെ മേരെ ഘർ മേ ഘുസ് ആയേ. ആജ് ഇന്ന്, സുബഹ് രാവിലെ, ജൽമുർഗി കെ ചൂസെ കുളക്കോഴി കുഞ്ഞുങ്ങൾ. ജൽമുർഗി കെ ചൂസെ എന്ന് പറഞ്ഞാൽ കുളക്കോഴി കുഞ്ഞുങ്ങൾ, മേരെ എൻ്റെ, ഘർ മേ വീട്ടിൽ, ഘുസായെ കടന്നു വന്നു. ഘുസാന എന്ന് പറഞ്ഞാൽ കടന്നു വരിക. ബാഹർ ദോ ജൽമുർഗിയാ സോർ സോർ സെ ചിച്ചിയാ രഹി തി. ബാഹർ പുറത്ത്, ദോ ജൽമുർഗിയ രണ്ട് കുളക്കോഴികൾ, സോർ സോർ സെ ഉച്ചത്തിൽ, ചിച്ചിയാ രഹി തി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിച്ചിയാന എന്ന് പറഞ്ഞാൽ കുളക്കോഴികൾ ശബ്ദമുണ്ടാക്കുന്നതിനാണ് ചിച്ചിയാന എന്ന് പറയുന്നത്. അപ്പോൾ പുറത്ത്, വീടിന് പുറത്ത് രണ്ട് കുളക്കോഴികൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേനെ ദീവാർ കി ഓട്ട് മേ ഏക് ബിലൗട്ട ദേഖ. ഞാൻ ദീവാർ കി ഓട്ട് മേ ചുമരിന് മറവിൽ. ദീവാർ എന്ന് പറഞ്ഞാൽ വോൾ, ചുമര് അല്ലെങ്കിൽ മതിൽ. അപ്പോൾ ചുമരിന് മറവിൽ ഒരു ബിലൗട്ട പൂച്ചക്കുഞ്ഞ്, ദേഖ പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ദേഖ്ന എന്ന് പറഞ്ഞാൽ കാണുക, ദേഖ കണ്ടു. ഇവിടെ പിക്ചറിൽ കണ്ടില്ലേ? അപ്പോൾ ഇവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ, വീടിന് പുറത്ത് നോക്കിയപ്പോൾ ഇവിടെ രണ്ട് കുളക്കോഴികൾ നിൽപ്പുണ്ട്. അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുമരിന് മറവിലായിട്ട് ഒരു പൂച്ചക്കുഞ്ഞും നിൽപ്പുണ്ട്. മുജേ ദേഖകർ ബിലൗട്ട ഭാഗ് ഗയാ. എന്നെ കണ്ടപ്പോൾ പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി. കണ്ടോ? പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി. മുജേ എന്നെ, ദേഖകർ കണ്ടപ്പോൾ,
അല്ലെങ്കിൽ കണ്ടിട്ട് ബിലൗട്ട പൂച്ചക്കുഞ്ഞ് ഭാഗുകയാ ഓടിപ്പോയി. ഭാഗ് ജാന എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക. ലേക്കിൻ പക്ഷേ ജൽമുർഗിയ ഷോർ മച്ചാത്തി രഹി, കുളക്കോഴികൾ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. ഷോർ മച്ചാന എന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കുക. കുളക്കോഴികൾ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. കുളക്കോഴികൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? അവരുടെ കുഞ്ഞുങ്ങൾ വീടിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇവൻ്റെ വീടിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് അച്ഛനും അമ്മയുമാണ്, അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മേനെ ഭീതർ ജാക്കർ ദേഖ, ഞാൻ അകത്ത് പോയിട്ട് നോക്കി. ഭീതർ എന്ന് പറഞ്ഞാൽ അകത്ത്, വീടിൻ്റെ ഉള്ളിലേക്ക്. ജാക്കർ പോയിട്ട്, ദേഖ നോക്കി. ദേഖന എന്ന് പറഞ്ഞാൽ കാണുക. ദേഖ നോക്കി. ഏക് ചൂസ ഫർഷ് പർത്ത, ഒരു കുഞ്ഞ് തറയിലുണ്ടായിരുന്നു. ഒരു കുളക്കോഴി കുഞ്ഞ് ഇവിടെ തറയിൽ നിൽപ്പുണ്ടായിരുന്നു. ഫർഷ് എന്ന് പറഞ്ഞാൽ തറ. ദൂസര സോഫയ്ക്ക് നീച്ചെ, രണ്ടാമത്തേത് സോഫയുടെ താഴെ, സോഫയുടെ അടിയിലായിട്ട് ഉണ്ടായിരുന്നു. നീച്ചെ എന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് അല്ലെങ്കിൽ താഴെ. മേനെ ഉനെ ഉൻകെ മാ ബാപ് കെ ഹവാലെ കരുതിയ, ഞാൻ ഉനെ അവയെ, ഉൻകെ അവരുടെ, മാ ബാപ് കെ അച്ഛൻ്റെയും അമ്മയുടെയും, ഹവാലെ കരുതിയ കയ്യിൽ ഏൽപ്പിച്ചു. ഹവാലെ കരുതിയ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു. പർ പക്ഷേ ജൽമുർഗിയ ഷോർ മച്ചാത്തി രഹി, കുളക്കോഴികൾ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. ഏക് മച്ചർ ഭിൻ ഭിനാ രഹാത്ത, ഒരു കൊതുക് മൂളി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുക്. മൂളി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസേ ഭഗാനെ കേലിയെ മേനെ താലി പീട്ടി, അതിനെ ഓടിക്കാൻ വേണ്ടി ഞാൻ കൈ അടിച്ചു അല്ലെങ്കിൽ കൈ കൊട്ടി. ഭഗാന എന്ന് പറഞ്ഞാൽ ഓടിക്കുക, കേലിയെ വേണ്ടി, മേനെ ഞാൻ, താലി പീട്ടി കൈ അടിച്ചു അല്ലെങ്കിൽ കൈ കൊട്ടി. ആവാസ് സുൻകർ പലങ്ക് കെ നീച്ചെ ചുപ്പ ചൂസ തേസി സെ ബാഹർ ഭാഗ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, സുൻകർ കേട്ടിട്ട്, പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിൽ, പലങ്ക് കെ നീച്ചെ കട്ടിലിൻ്റെ അടിയിൽ, കട്ടിലിൻ്റെ താഴെ, ചുപ്പ ഒളിച്ചിരുന്ന, ചുപ്പന എന്ന് പറഞ്ഞാൽ ഒളിക്കുക, ചുപ്പ ഒളിച്ചിരുന്ന, ചൂസ കുഞ്ഞ്, കുളക്കോഴി കുഞ്ഞ്, തേസി സേ ബാഹർ ഭാഗ സ്പീഡിൽ വേഗത്തിൽ പുറത്തേക്ക് ഓടി. തേസി സേ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ബാഹർ പുറത്ത്, ഭാഗ ഓടി, പുറത്തേക്ക് ഓടി. ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക. പിക്ചറിൽ കണ്ടില്ലേ, അവന് കൊതുകിനെ അടിച്ച് ഓടിക്കുകയായിരുന്നു, കൈ കൊട്ടിക്കൊണ്ട് ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഈ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന കുളക്കോഴിക്കുഞ്ഞ് പുറത്തേക്ക് ഓടി. പർ ജൽമുർഗിയ ടട്ടി രഹി, പക്ഷേ കുളക്കോഴികൾ അവിടെ തന്നെ ഉറച്ചു നിന്നു. ആ കുളക്കോഴി കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ തന്നെ ഉറച്ചു നിന്നു. ടട്ടി രഹി എന്ന് പറഞ്ഞാൽ പോകാൻ കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ ഉറച്ചു നിന്നു, അവിടെ തന്നെ നിന്നു. മേനെ ഹർ ജഗ ഖോജ, ഞാൻ എല്ലാ സ്ഥലവും തിരഞ്ഞു. ഹർ എല്ലാ, ജഗ സ്ഥലം, ഖോജന എന്ന് പറഞ്ഞാൽ തിരയുക. ഖോജ തിരഞ്ഞു, ഞാൻ എല്ലാ സ്ഥലവും തിരഞ്ഞു. അപ്പോൾ 3 കുഞ്ഞുങ്ങളെ കിട്ടി. ഇനിയും അവർ കാത്തു നിൽക്കുകയാണ്. ബാത്റൂമേ 2 ചൂസെ പാനി മേ ഖേൽ രഹേ തേ, ബാത്റൂമിൽ 2 ചൂസെ 2 കുളക്കോഴി കുഞ്ഞുങ്ങൾ, പാനിമേ വെള്ളത്തിൽ, ഖേൽ രഹേ തേ കളിക്കുകയായിരുന്നു. മേനെ ഉനെ പക്കട, ഞാൻ അവയെ പിടിച്ചു. പക്കടന എന്ന് പറഞ്ഞാൽ പിടിക്കുക, ഞാൻ അവയെ പിടിച്ചു. ഓർ ബരാംദമേ ചോടുതിയ, എന്നിട്ട് വരാന്തയിലേക്ക് വിട്ടു. ചോടുതിയ വിട്ടു, അല്ലെങ്കിൽ ചോടുതിയ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്ന് അർത്ഥവുമുണ്ട്. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളായി? 5 കുഞ്ഞുങ്ങളായി, 5 കുളക്കോഴി കുഞ്ഞുങ്ങളായി. ജൽമുർഗിയോനെ ഏക് നസർ അപ്നെ ചൂസോ കോ ദേഖ, അപ്പോൾ കുളക്കോഴികൾ അച്ഛനും അമ്മയും ഏക് നസർ ഒരു നോട്ടം, അപ്നെ തങ്ങളുടെ, ചൂസോ കോ ദേഖ കുഞ്ഞുങ്ങളെ നോക്കി, ഒരു നോട്ടം നോക്കി, കുഞ്ഞുങ്ങൾക്ക് നേരെ ഒരു നോട്ടം നോക്കി. ഫിർ പിന്നീട് നദിക്ക് തരഫ് ദൗഡ്പടി, നദിയുടെ നേരെ ഓടിപ്പോയി. ദൗഡന എന്ന് പറഞ്ഞാൽ ഓടുക, നദിയുടെ നേരെ ഓടിപ്പോയി. 5 ചൂസേ ബി ഉൻകെ പീച്ചെ പീച്ചെ ചലേ ജാ രഹേ തേ, 5 കുഞ്ഞുങ്ങളും അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ടായിരുന്നു. പീച്ചെ പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നാലെ, അവരുടെ പുറകിൽ പോകുന്നുണ്ടായിരുന്നു. ഉസ് ദിൻ മേനെ ജാനാക്കി ജൽമുർഗിയോ കോ ബി ഗിൻതി ആത്തി ഹെ,
ആ ദിവസം ഞാൻ മനസ്സിലാക്കി, മേനെ ജാന, ഞാൻ മനസ്സിലാക്കി. കീ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, ജൽ മുർഗിയോം കോ ബി, കുളക്കോഴികൾക്കും ഗിൻതി ആത്തി ഹെ, എണ്ണാൻ അറിയാം. ഗിന്ന എന്ന് പറഞ്ഞാൽ എണ്ണുക, ഗിൻതി ആത്തി ഹെ എണ്ണൽ അറിയാം അല്ലെങ്കിൽ എണ്ണാൻ അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ കുളക്കോഴികൾക്ക് 5 കുഞ്ഞുങ്ങളെയും കിട്ടി. അപ്പോൾ അവർ നദിയുടെ അടുത്തേക്ക് അങ്ങ് ഓടിപ്പോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ചിത്രയ്ക്ക് നീച്ചെ ഉചിത് വാക്യ ജോഡേ, ചിത്രത്തിൻ്റെ താഴെയായിട്ട് ശരിയായ സെൻറ്റൻസ് നിങ്ങൾ യോജിപ്പിക്കണം. ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ എഴുതണം. ഇവിടെ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. घर के सामने एक बिलौटा है, വീടിൻ്റെ അടുത്ത് ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. पेड़ के नीचे एक लड़का है, മരത്തിൻ്റെ ചുവട്ടിലൊരു ആൺകുട്ടിയുണ്ട്. താലാബ് के किनारे एक जलमुर्गी है, കുളത്തിൻ്റെ തീരത്ത് ഒരു കുളക്കോഴിയുണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ എന്താ കാണാൻ കഴിയുന്നത്? ഇവിടെ കുളത്തിൻ്റെ തീരത്ത് ഒരു കുളക്കോഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഏതെഴുതാം? താലാബ് के किनारे एक जलमुर्गी है. ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? വീടിൻ്റെ അടുത്തായിട്ടൊരു പൂച്ചക്കുഞ്ഞ് നിൽപ്പുണ്ട്. അത് ഏതെഴുതാം? घर के सामने एक बिलौटा है. ഇവിടെയോ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ആൺകുട്ടി ഇരിപ്പുണ്ട്. ഏതെഴുതാം? पेड़ के नीचे एक लड़का है. അത് ഇവിടെ എഴുതാം. അടുത്തത് സഹി വാക്യ ചുനെ ഡയറിയിലേക്ക്, ശരിയായ സെൻറ്റൻസ് തിരഞ്ഞെടുത്തിട്ട് ഡയറി എഴുതണം. അപ്പോൾ താഴെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഓർഡറിൽ നിങ്ങൾ എഴുതണം. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആജ് ജലമുറുകിക്ക് ചൂസേ മേരെ ഗർമേ ഗുസായേ, ഇന്ന് കുളക്കോഴി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ജൽമുർഗിയ ഷോർ മച്ചാ രഹി തി, കുളക്കോഴികൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജൽമുർഗിയോം കോ ബി ഗിൻതി ആത്തി ഹെ, കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാം. ബിലൗട്ടെ സെ ഡർക്കർ ചൂസേ ഘർ കെ അന്തർ ഗുസായേ, പൂച്ചക്കുഞ്ഞിനെ പേടിച്ചിട്ടാണ് കുളക്കോഴി കുഞ്ഞുങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയത്. മേനെ ചൂസോങ്കോ പകഡ്കർ ജൽമുർഗിയോങ്കോ ദേദിയ, ഞാൻ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കുളക്കോഴികൾക്ക് കൊടുത്തു, അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. ജൽമുർഗിയ നദിക്ക് തരഫ് ദൗടുകയി, കുളക്കോഴികൾ നദിക്ക് നേരെ ഓടിപ്പോയി. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ വരിക? ആജ് ജൽമുർഗിക്ക് ചൂസേ മേരെ ഘർ മേ ഗുസായേ, ഇതാണ് ആദ്യം. രണ്ടാമതോ ബിലൗട്ടെ സെ ഡർക്കർ ചൂസേ ഘർ കെ അന്തർ ഗുസായേ, അല്ലേ, പൂച്ചക്കുഞ്ഞിനെ പേടിച്ചിട്ട്. അടുത്തത് ഏതെഴുതാം? ജൽമുർഗിയ ഷോർ മച്ചാ രഹി തി, അവരുടെ അച്ഛനും അമ്മയും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതോ മേനെ ചൂസോങ്കോ പകഡ്കർ ജൽമുർഗിയോങ്കോ ദേദിയ, ഞാൻ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കുളക്കോഴികൾക്ക് കൊടുത്തു. അടുത്തതോ ജൽമുർഗിയ നദിക്ക് തരഫ് ദൗഡ് ഗയി, കുഞ്ഞുങ്ങളെ ലഭിച്ചപ്പോൾ അവർ നദിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ജൽമുർഗിയോങ്കോ ബി ഗിൻതി ആത്തി ഹെ, കുളക്കോഴികൾക്കും എണ്ണൽ അറിയാം. അടുത്തത് ചിത്രകഹാനിക്ക് പൂർത്തീകര, ഈ ചിത്രകഥ പൂർത്തീകരിക്കണം. മേരെ ഘർ മേ ഏക് ബില്ലി ഹെ, എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ഉസ്കാ നാം ഡേഷ്, അതിൻ്റെ പേരെന്താണ്? നിങ്ങൾക്കിഷ്ടമുള്ള പേരെഴുതാം. നമുക്ക് ഉസ്കാ നാം സ്വീറ്റി ഹെ എന്നെഴുതാം. അടുത്തത് അവർ രണ്ടുപേരും കളിക്കുകയാണ്. അപ്പോൾ എന്തെഴുതാം? വോ മേരെ സാത്ത് ഖേൽത്തി ഹെ, അവൾ എൻ്റെ കൂടെ കളിക്കാറുണ്ട് എന്നെഴുതാം. അല്ലെങ്കിൽ സ്വീറ്റി ഹം ദോനോ സാത്ത് മേ ഖേൽത്തെ ഹെ എന്നെഴുതാം. അപ്പോൾ എന്തെഴുതാം? നമുക്ക് സ്വീറ്റി മേരെ സാത്ത് ഖേൽത്തി ഹെ എന്നെഴുതാം. പിന്നെ എൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിലാണ് അവൾ ഉറങ്ങുന്നത് എന്നെങ്ങനെ എഴുതാം? സ്വീറ്റി മേരെ പലങ്ക് കെ നീച്ചെ സോത്തി ഹെ. അടുത്തത് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അവളും പുറകെ വരുന്നു. എങ്ങനെ എഴുതാം? മേ നഹാനെ ജാത്താ ഹൂം തോ സ്വീറ്റി ബി പീച്ചെ പീച്ചെ ആ ജാത്തി ഹെ എന്നെഴുതാം. അവൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നെങ്ങനെ എഴുതാം? വോ മേരെ സാത്ത് ഖാന ഖാത്തി ഹെ. പിന്നെ ഇവിടെ എന്തെഴുതാം? ഒരു ദിവസം ഞാൻ സ്വീറ്റിയെ വീട്ടിൽ വിട്ടിട്ട് സ്കൂളിൽ പോയതായിരുന്നു. ഏക് ദിൻ മേ സ്വീറ്റി കോ ഘർ മേ ചോഡ്കർ സ്കൂൾ ഗയാ ഥാ. അപ്പോൾ അവൾ മറ്റ് കണ്ടൻ പൂച്ചകളോടൊപ്പം വഴക്കുണ്ടാക്കി എങ്ങനെ എഴുതാം? തബ് സ്വീറ്റി
दूसरे बिलावों के साथ झगड़ा करने लगी. അല്ലെങ്കിൽ മറ്റു പൂച്ചകളോടൊപ്പം കളിക്കാൻ പോയി എന്നാണെങ്കിൽ തബ് സ്വീറ്റി ദൂസരെ ബില്ലിയോं के पास खेलने गई എന്നെഴുതാം. സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ സ്വീറ്റിയെ എല്ലായിടത്തും തിരഞ്ഞു, കട്ടിലിനടിയിലൊക്കെ തിരഞ്ഞു എന്നങ്ങനെ എഴുതാം. സ്കൂൾ സെ ആനെ കെ ബാദ് മേനെ സ്വീറ്റി കോ പലങ്ക് കെ നീച്ചെ ഡൂണ്ട. നദിക്കരയിലും തിരഞ്ഞു, നദി കെ കിനാരെ ബി ജാക്കർ ഡൂണ്ട അല്ലെങ്കിൽ ദേക്ക. പിന്നെ ഞാൻ അവളെ മറ്റു പൂച്ചകളോടൊപ്പം കണ്ടു എന്നെങ്ങനെ എഴുതാം. ഫിർ മേനെ സ്വീറ്റി കോ ദൂസരെ ബില്ലിയോं के साथ देखा അല്ലെങ്കിൽ ബിലാവോं के साथ देखा. ഞാൻ അവളെ കൊണ്ടുവന്നു എന്നെങ്ങനെ എഴുതാം. മേ ഉസ്കോ ലേക്കെ ആ ഗയ. ഞാൻ വളരെ സന്തോഷിച്ചു. മേ ബഹുത് ഖുഷ് ഹോ ഗയ എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.